ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ക്യാബേജ് തോരനാണ്. അതിനായിട്ട് ഒരു ക്യാബേജ് എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ പകുതി മാത്രമാണ് കേട്ടോ ആവശ്യമുള്ളൂ. അത് നല്ല പോലെ ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കാം. എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇനി അതിലെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തൊന്ന് തിരുമ്മി പിടിപ്പിക്കാം കേട്ടോ. എന്നിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു അരമുറി തേങ്ങ ചിരകിയതും അതിലേക്ക് 2 ചുവന്നുള്ളിയും ഒരു ചെറിയ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും ആവശ്യത്തിന് വേപ്പിലയും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് വല്ലാതങ്ങ് അരച്ചെടുക്കണ്ട, ഒന്ന് ചതച്ചെടുക്കുന്ന ആ ഒരു പാകത്തിനാക്കി എടുക്കാം. ഇനി ക്യാബേജ് തോരൻ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നല്ല പോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരല്പം ഉഴുന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് 2 വറ്റൽമുളക് ഇതുപോലെ കട്ട് ചെയ്തതും ആവശ്യത്തിന് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് ഉണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിനി ഒരു 5 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അപ്പോഴേക്കും ക്യാബേജൊക്കെ നല്ല പോലെ ഒന്ന് വാടി വരും കേട്ടോ. ആ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വീണ്ടും വേവിച്ചെടുക്കാം. നമ്മളിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് മാത്രമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. വേറെ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ഒരു 5 മിനിറ്റൊക്കെ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വയ്ക്കുമ്പോഴേക്കും ക്യാബേജ് തോരൻ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇത് തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ഞാൻ ചെയ്യുന്ന രീതിയിൽ ഒന്ന് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.